തിളങ്ങുന്ന കുർബാനക്കുപ്പായത്തിന്റെ ഭംഗി ആരെയാണ് ആകർഷിക്കാത്തത്? ഒരു വൈദികൻ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായി ഈ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞു വരുന്നത് എല്ലാവരുടെയും കണ്ണുകളെ ഭക്തിസാന്ദ്രമാക്കും. എന്നാൽ എവിടെയാണിത് നിർമ്മിക്കുന്നത്? ആരാണിതിൻ്റെ തുന്നൽക്കാർ? ഈ കുപ്പായത്തിന് പിന്നിലുള്ള ബൈബിൾ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ്? ഇതറിയണമെങ്കിൽ കുപ്പായം നിർമ്മിക്കുന്ന ചങ്ങനാശ്ശേരിയിലേക്ക് പോകാം. ഇവർ പറയും ഇതിന് പിന്നിലെ കഥകൾ. ചങ്ങനാശ്ശേരി ബിഷപ്സ് ഹൗസിനോട് ചേർന്നാണ് ആദ്യകാലങ്ങളിൽ ക്രിസ്തീയ പുരോഹിതന്മാരുടെ കുർബാന കുപ്പായങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങളുടെ തുടക്കം. ആവശ്യക്കാരുടെ ഡിസൈൻ മനസ്സിലാക്കുന്നതിനും മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നതിനും ഇവിടെ ആളുകളുണ്ട്. തിരുവസ്ത്രങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട 1000-ലധികം പേരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഈ കുപ്പായങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്നു. ഏതാണ്ട് 150 വർഷം പാരമ്പര്യമുള്ള കടയാണ് ഈ പുളിക്കൽ എംബ്രോയ്ഡറി വർക്ക് ഞാൻ കേട്ടിരിക്കുന്നത്. അതെന്താണ്? അതിൽ ചേച്ചി ഈ കടയിലേക്ക് വരാനുണ്ടായ കാര്യം ഒന്ന് പറയാമോ? എൻ്റെ വല്യപ്പം മുതലുള്ള കടയായതുകൊണ്ട് അത് എൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം കടയ്ക്ക് കോട്ടം കെട്ടാതിരിക്കുവാൻ ഞാൻ ഈ കടയിൽ വന്നു പ്രവർത്തിച്ച് മുന്നോട്ട് ഇതുവരെ പോയി. ആ സമയത്ത് എനിക്ക് ഡമാസ്കസിൽ നിന്ന് കോതമംഗലത്തെ കാലം ചെയ്ത ബാവ മുഖേന പാത്രശ്ശി ബാബായും ആലപ്പോ തിരുമേനയും ഇവിടെ വന്ന് എനിക്ക് അനുഗ്രഹം തരികയും എനിക്ക് ഒത്തിരി വർക്കുകൾ തരികയും അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ വന്ന് പണി തീരാത്ത ഒരു വീട് അവിടെ വന്ന് പ്രാർത്ഥിച്ച് എനിക്ക് അനുഗ്രഹം തന്ന് അവിടെ മുതൽ എനിക്ക് ഇതിൽ നിന്നും മുന്നോട്ടുള്ള ഉയർച്ച വരികയും ചെയ്തു. ചേച്ചി എത്ര നാളായിട്ടാണ് ഈ കട നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഞാൻ 46 വർഷം കഴിഞ്ഞു ഈ കട നടത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ചേച്ചിക്ക് ഒരുപാട് ശിഷ്യ സമ്പത്തുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അതേപ്പറ്റി ഒന്ന് പറയാമോ? 50-ൽ കൂടുതൽ ശിഷ്യന്മാർ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ പലരും പല കടകളുമായി തുടങ്ങിയിട്ടുമുണ്ട്. ചങ്ങനാശ്ശേരി തന്നെ പല കടകളുണ്ട്. എന്നെ ഇവിടെ നിന്നും പോയ കുഞ്ഞുങ്ങൾ ചിങ്ങവനം, കോട്ടയം, അങ്ങനെ പല സ്ഥലങ്ങളിലും ഇവിടെ നിന്നും പഠിച്ചിറങ്ങിപ്പോയ പിള്ളേരാണ് കടയിട്ട് ഇരിക്കുന്നത്. അവർക്കൊക്കെ വളരെയേറെ ഞാൻ അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുമുണ്ട്. അവർ നന്നായി വരാൻ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ചേച്ചി ഇവിടെ നിന്ന് ഏതൊക്കെ സ്ഥലത്തേക്കാണ് ഇത് കയറ്റി വിട്ടിരിക്കുന്നത്? ഞാൻ അമേരിക്ക, യൂറോപ്യൻ സ്ഥലങ്ങൾ മിക്ക സ്ഥലങ്ങളിലേക്കും, UK, അയർലൻഡ്, അങ്ങനെ പല സ്ഥലങ്ങളിലും ഞാൻ ഇവിടുന്ന് സാധനം ഈ കഴിഞ്ഞ മാസം വരെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് അവിടുന്ന് വർക്കുകൾ വന്നിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ തിരിച്ചുകൊണ്ടിരിക്കുന്ന ക്ലിമേസ് തിരുമേനിയാണ് എനിക്ക് തന്ന വർക്കുകളാണ് ഇപ്പം ഞാനിവിടെ ചെയ്ത് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ധാരാളം വർക്കുകളൊക്കെ ഉണ്ടല്ലേ? ഇഷ്ടം പോലെ വർക്കുകൾ എനിക്ക് വരുന്നുണ്ട്. എനിക്ക് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് ഇത്രയും പ്രായമായതുകൊണ്ട് ഞാൻ വർക്കുകൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ശിഷ്യന്മാരെല്ലാവരും നന്നായി വരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ആയിരത്തി 1997 BCLM എന്ന ഈ സ്ഥാപനം ഇവിടെ ആദ്യമായി സ്ഥാപിതമായത്. പള്ളികൾക്ക് ആവശ്യമായ വസ്ത്രങ്ങളും അതുപോലെ അച്ഛന്മാരെ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന കുർബാന കുപ്പായങ്ങളും ഒക്കെ ഇവിടെ ധാരാളമായിട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ 2 വിശുദ്ധരായ യൂപ്രാസ്യാമ്മയുടെയും ചാവറയച്ചൻ്റെയും വിശുദ്ധ പ്രഖ്യാപനത്തിൽ അണിയാനുള്ള തിരുവസ്ത്രം ഈ സ്ഥാപനത്തിൽ നിന്നാണ് ഉണ്ടാക്കിയത്. ഒരു 250ഓളം വസ്ത്രങ്ങൾ തിരുവസ്ത്രം ഇവിടെ നിന്ന് ഉണ്ടാക്കി റോമിൽ കൊണ്ടുപോവുകയും അന്നേ ദിവസം അത് തിരുവസ്ത്രം ഉപയോഗിക്കുകയും ചെയ്തു. ഇത് നമ്മുടെ പള്ളികളിൽ പെരുന്നാളുകളോടനുബന്ധിച്ച് പ്രസിദ്ധ വാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ക്രൗണാണ്. ഇതിവിടെ നിന്ന് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലേക്കും കയറ്റി അയക്കുന്നുണ്ട്. ഇത് നമ്മുടെ സീറോ മലബാർ സഭയിൽ ഉപയോഗിക്കുന്ന കാപ്പയാണ്. ഇത് ധാരാളമായിട്ട് ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒത്തിരി ഓർഡറുകൾ നമുക്ക് തരും. പല ഡിസൈനുകളിലാണ് നമ്മളിത് ചെയ്യുക. ഇപ്പം ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് മനസ്സിലാക്കിയത് നിങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പാരമ്പര്യമുള്ള ഈ കാപ്പയും മറ്റ് തിരുവസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് ശരിയാണോ അത്? അതെ, ഞങ്ങളാണ് ഇപ്പം ഈ തലമുറയിലും ഏറ്റവും കൂടുതൽ കാപ്പകളും പള്ളിത്തിരുവസ്ത്രങ്ങൾ നിർമ്മിക്കുന്നത്. കാരണം ഇന്നത്തെ രീതിക്കനുസരിച്ചും പാരമ്പര്യ രീതി അനുസരിച്ചും പല തിരുമേനിമാരുടെയും അല്ലെങ്കിൽ പിതാക്കന്മാരുടെയും അച്ഛന്മാരുടെയൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ സ്വീകരിച്ച് അവരുടെ ആ ഒരു പാരമ്പര്യത്തെ തന്നെ പുതിയ രീതിയിലും കാപ്പകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്. അതിനുവേണ്ടി ഞങ്ങൾക്ക് വർഷങ്ങളായ പാരമ്പര്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് എൻ്റെ അപ്പൻ്റെ മുത്തശ്ശനായിട്ടുള്ള
അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഈ പാരമ്പര്യം സ്റ്റാർട്ട് ചെയ്ത് തന്നിരിക്കുന്നത്. അത് എൻ്റെ അപ്പൻ്റെ അമ്മയായിട്ട് എടുത്തില്ല. അതിനുശേഷം എൻ്റെ അപ്പനും എൻ്റെ അപ്പാപ്പനും ആയിട്ടാണ് ഇത്. അദ്ദേഹമാണ് എൻ്റെ പപ്പായാണ് ഇത്. സണ്ണിച്ചൻ എന്നായിരുന്നു പേര്, ഫിലിപ്പാൻഡിനായിരുന്നു ഒഫീഷ്യൽ നെയിം. അദ്ദേഹം ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ കൂടെ എന്നും താങ്ങുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരനായ സാജൻ ഉണ്ടായിരുന്നു. ആ സാജനും കൂടി അടുത്ത പാരമ്പര്യമായിട്ട് എന്നിലേക്ക് വന്നു. എൻ്റെ പേര് സിനോജ്. ഞാൻ ഇപ്പോൾ ഏറ്റെടുത്ത് ഇന്നത്തെ രീതിയിലും പാരമ്പര്യ രീതിയിലുമുള്ള രണ്ട് വിഭാഗവും ഒരേപോലെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നു. വർഷങ്ങളുടെ പാരമ്പര്യത്തിൽ ഇപ്പോഴും ചങ്ങനാശ്ശേരി തന്നെയാണ് പള്ളിത്തിരുവസ്ത്രങ്ങളുടെ മേഖലയിൽ ഏറ്റവും മുൻപന്തിയിൽ. ഒരേ ഒരു വാക്കിൽ തന്നെ നമുക്ക് ആർക്കെങ്കിലും ഏത് സഭയിലെയും പള്ളിത്തിരുവസ്ത്രങ്ങൾ വേണമെന്ന് ഉണ്ടെങ്കിൽ തന്നെ ആദ്യം ചിന്തിക്കുന്നത് ചങ്ങനാശ്ശേരിയിലേക്കാണ്. ചങ്ങനാശ്ശേരിയിൽ തന്നെ ഏകദേശം എൻ്റെ അറിവിൽ തന്നെ ഒരു 50ഓളം തന്നെ പ്രമുഖമായിട്ടുള്ള സ്ഥാപനങ്ങളും അല്ലാതെയുള്ള സ്ഥാപനങ്ങളും നമുക്കിവിടെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ പ്രധാനപ്പെട്ടായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് രൂപങ്ങളാണ് പറയുന്നതെങ്കിൽ, രൂപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് തൃശ്ശൂർ മേഖലയിലേക്ക് പോവുക എന്നുള്ളതാണ്. ഭക്തസാധനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ എറണാകുളത്തേക്ക് പോകുന്നതാണ്. അതുപോലെ തന്നെ പള്ളിത്തിരുവസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയെ വിട്ട് വേറൊരു സ്ഥലമില്ല. നമുക്ക് നമ്മുടെ ചങ്ങനാശ്ശേരിയുടെ അതിരൂപതയിൽ നിന്ന് തന്നെയുള്ള പൂവക്കാട്ട് പിതാവ്, നമുക്കിപ്പോൾ കർദിനലായിട്ടുള്ള അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് കുരോത്തച്ഛൻ്റെ ഗൈഡൻസിലൊക്കെ ആയിട്ട് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി കറുത്ത കുപ്പായവും അതിന് നമ്മൾ തലയിൽ ചൂടുന്ന ആ തൊപ്പിയും നമുക്ക് പുതുതായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസിൽ പലതരം സമയങ്ങളിൽ നമുക്ക് പിതാവിനോടും അച്ഛനോടും ഒക്കെ പോയി അവരുടെ നിർദ്ദേശങ്ങൾ വാങ്ങി ഇത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയതായിട്ട് ഞങ്ങൾ ചെയ്തത്. പാരമ്പര്യമായിട്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറായിട്ട് ചെയ്തിരിക്കുന്ന ഓർത്തഡോക്സ് സഭയിലും അല്ലെങ്കിൽ യാക്കോബസ് സഭയിലും ഉള്ള തിരുമേനിമാരെ വാഴിക്കുമ്പോൾ അവരിൽ നിന്ന് 7 പേരെ വെച്ച് വായിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിൽ എൻ്റെ ഫാദറായിട്ട് ഒന്നിച്ച് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റി. അതിനും തുടർച്ചയായിട്ടുള്ള പാരമ്പര്യത്തിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചു. കോർപ്പിസ്കോപ്പമാരെയൊക്കെ വാഴിക്കുമ്പോഴത്തേക്ക് അവർക്കൊക്കെ പുതുതായിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചു. പിന്നെ യാക്കോബ് സഭയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ബാവയ്ക്ക് ചെയ്ത് അതായത് നമ്മുടെ ഔദ്യോഗികമായിട്ട് തന്നെ പറയുകയാണെങ്കിൽ സഭയുടെ തലവനായിട്ടുള്ള യാക്കോബ് സഭയിലെ ബാവയ്ക്കും അവരുടെ കമ്മ്യൂണിറ്റിയിൽ ചെയ്തിരുന്ന എല്ലാവർക്കും ഒരേപോലെ ബൾക്കായിട്ട് ചെയ്തു കൊടുക്കാൻ ഓൾവെയിലേക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ ഓർത്തഡോക്സ് സഭയിലാണെങ്കിൽ പോലും കഴിഞ്ഞ ബാവ തൊട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇപ്പോഴത്തേതും ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് എന്തെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു കളറുകൾ വെച്ചോ അല്ലെങ്കിൽ മറ്റൊരു സിമ്പിൾസ് വെച്ചോ അല്ലെങ്കിൽ ഒരു ഡിസൈൻ വെച്ചോ ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളില്ല. ഇതെല്ലാം തിയോളജി പരമായിട്ട് നമ്മൾ വളരെയേറെ പഠിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓർത്തഡോക്സ് ആണെങ്കിലും കാത്തലിക്സ് ആണെങ്കിലും ലാറ്റിൻ ആണെങ്കിലും അല്ലെങ്കിൽ ജ്ഞാനായ ആണെങ്കിലും മർത്തോമയാണെങ്കിൽ പോലും അവരുടെ വസ്ത്രങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിന് കാരണങ്ങൾ നമ്മൾ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്ത് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ പള്ളി തിരുവസ്ത്രങ്ങൾ അല്ലെങ്കിൽ അച്ഛന്മാർ വൈദികരിടുന്ന വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് എന്തിനാണെന്ന് പറയണം. അതായത് പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും പുരോഹിതൻ അണിയേണ്ട വസ്ത്രങ്ങൾ ഏതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നിൻ്റെ സഹോദരനായ അഹ്റോന് മഹിമയും ഭംഗിയും ഉണ്ടാകാൻ വേണ്ടി നീ ഇന്ന വസ്ത്രങ്ങൾ നിർമ്മിക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ്, മഹിമയും ഭംഗിയും, ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഭംഗിയും മഹിമയും കിട്ടാനുള്ള രീതിയിലാണ് വസ്ത്രങ്ങളെല്ലാം തന്നെ നെയ്യുന്നത്. അത് അണിയുന്ന വസ്ത്രങ്ങൾ എന്ന് പറയുന്നതും അതങ്ങനെയുള്ള രീതിയിലാണ് ചെയ്യുക. മഹിമ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ സ്വർഗം എന്തുമാത്രം ഒരു പുരോഹിതന് വില കൽപ്പിക്കുന്നുണ്ട് എന്ന് അറിയുന്ന രീതിയിലുള്ള മഹിമ. ആ പുരോഹിതൻ ഇടുന്ന വസ്ത്രം കാണുമ്പോൾ അത്രയ്ക്ക് മഹത്വപ്പെട്ടവനാണ് അവൻ, സ്വർഗീയമായ കാര്യങ്ങളാണ് അവൻ ചെയ്യുന്നത് എന്ന ബോധ്യം ആളുകൾക്കും അവനും ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ട വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. പിന്നെ ഭംഗി, ഏറ്റവും നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി വേണം ആ കാര്യങ്ങൾ ചെയ്യാൻ എന്നതുകൊണ്ടാണ്. ഇതാണ് കൊത്തീന എന്ന് പറയുന്നത്. ഇത് അച്ഛന്മാർ കുർബാനയ്ക്ക് കയറുന്നതിന് മുമ്പ് ഈ ലോഹയ്ക്ക് പുറത്തായിട്ട് ഇതെടുത്തിടും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ അച്ഛനല്ല കുർബാന അർപ്പിക്കുന്നത്, മറിച്ച് ഈശോ തന്നെയാണ്. അപ്പം മറ്റൊരാളെ ധരിക്കുന്നു എന്നതിൻ്റെ അടയാളമായിട്ടാണ്, ഈശോയെ ധരിക്കുന്നു എന്നതിൻ്റെ അടയാളമായിട്ടാണ് ഇവിടെ നമ്മൾ കൊത്തീന ആദ്യം ധരിക്കുന്നത്. അതിനുശേഷം അരപ്പട്ട കെട്ടും. അരപ്പട്ട കെട്ടുന്നത് ഞാൻ തയ്യാറായിരിക്കുന്നു, ശുശ്രൂഷയ്ക്കായി ഞാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറയുന്നതാണ്. അത് ഈ പുരോഹിതനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതൊരു ശുശ്രൂഷയാണ്,
ഈ ശുശ്രൂഷയ്ക്കായി അരമുറുക്കി നീ ഒരുങ്ങിയിരിക്കണം എന്നത് എൻ്റെ ഒരു സൂചനയായിട്ടാണ് ഈ അരപ്പട്ട എടുത്ത് നമ്മൾ കെട്ടുക. അതിനുശേഷം ഊറാറ, സിറോ മലബാർ സഭയിൽ ഊറാറ എന്ന് പറയും, മറ്റ് സഭകൾ ഹൻമനിയ എന്ന് പറയും. അപ്പോൾ ഇത് ധരിക്കുന്നത് പൗരോഹിത്യത്തിൻ്റെ അധികാരമായിട്ടാണ്. നമുക്കറിയാമല്ലോ, പൗരോഹിത്യത്തിൻ്റെ അധികാരം, പഠിപ്പിക്കാനുള്ള അധികാരമുണ്ട്, നയിക്കാനുള്ള അധികാരമുണ്ട്, ശുശ്രൂഷിക്കാനുള്ളതുണ്ട്, അതുപോലെ തന്നെ കെട്ടാനും അഴിക്കാനുമുള്ള അധികാരമുണ്ട്. ഈ അധികാരത്തിൻ്റെ സൂചനയായിട്ടാണ് ഈ ഒരു വസ്ത്രം നമ്മൾ ധരിക്കുക. അത് ഈ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ അധികാരത്തോടു കൂടിയാണ് ചെയ്യുന്നത്, ഇന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് പുരോഹിതനെയും ആളുകളെയും ഓർമ്മിപ്പിക്കാനായിട്ടാണ്. അതിനുശേഷം ഏറ്റവും അടുത്ത ഒരുക്കത്തിൻ്റെ സൂചനയായിട്ടാണ് കയ്യുറകൾ ധരിക്കുക. എല്ലാം തയ്യാറായിരിക്കുന്നു എന്നതിൻ്റെ അടയാളമായിട്ടാണ്. അത് സാന്ത എന്നാണ് സഭയിൽ അറിയപ്പെടുക. അതിനുശേഷമാണ് കാപ്പ നമ്മൾ ധരിക്കുന്നത്. ഏറ്റവും പുറത്തിടുന്ന വേഷമാണ്. ഇത് 2 കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, രാജാക്കന്മാരുടെ വസ്ത്രം, അതുകൊണ്ട് അത്ര മൂടിയായിട്ട് അത് ഒരുക്കുക. 2, ഇടയ വസ്ത്രം, നയിക്കാനുള്ള അധികാരത്തിൻ്റെ ഇടയ വസ്ത്രമായിട്ടാണ് ഈ കാപ്പ ധരിക്കുക. അപ്പോൾ ഈ 2 കാര്യങ്ങളും കൂടിയാണ് അതിനകത്ത് ഓർമ്മിപ്പിക്കുക. അതുപോലെ തന്നെ ഈ കാപ്പയ്ക്ക് പുറകിൽ വയ്ക്കുന്ന ചിഹ്നങ്ങളുണ്ട്. അത് സാധാരണഗതിയിൽ സ്ലീവ് അല്ലെങ്കിൽ കുരിശ് ആണ് വയ്ക്കുക, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അടയാളമായിട്ടുള്ള പ്രാവിനെ വയ്ക്കാറുണ്ട്. ഇത് സിറോ മലബാർ സഭയുടെ തയ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാപ്പയുടെ പിൻഭാഗമാണ്. സിറോ മലബാർ സഭയിൽ സാധാരണഗതിയിൽ നിയമം അനുസരിച്ച് മാർത്തോമാ ശ്ലീഹ തന്നെ പിന്നിൽ ധരിക്കണമെന്നുള്ളതാണ് അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യം. അതിന് കാരണം മാർത്തോമാ സഭയിലെ, സിറോ മലബാർ സഭയിലെ പരിശുദ്ധ കുർബാനയിൽ തുടക്കത്തിൽ ശരിക്കുമുള്ള ക്രമം അനുസരിച്ച് തുടക്കം മുതൽ അൽത്താരയിലേക്ക് നോക്കിയാണ്. പക്ഷേ അൽത്താര കവർ ചെയ്തിരിക്കുകയായിരിക്കും, അടച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ ആളുകൾക്ക് നോക്കാൻ സ്ലീവ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് വൈദികൻ്റെ കാപ്പയുടെ പിന്നിൽ സ്ലീവ വയ്ക്കുക. അടച്ചിട്ടിരിക്കുമ്പോൾ അൽത്താരയിലേക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സ്ലീവായെ കേന്ദ്രീകരിച്ചായിരിക്കണം എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പം താഴെ ബേമായി നിൽക്കുന്ന സമയത്ത് അച്ഛൻ്റെ പിന്നിലെ ഈ സ്ലീവായിലേക്ക് ആളുകൾക്ക് നോക്കാൻ പറ്റും. ബേമായിൽ അച്ഛൻ്റെ മുൻപിൽ ഒരു സ്ലീവ വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ നോക്കേണ്ടത് ആ സ്ലീവായിലേക്കാണ്. പിന്നീട് അൽത്താരയിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ആളുകൾക്ക് അൽത്താരയിലെ സ്ലീവായിലേക്ക് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അച്ഛന് മുന്നിൽ ബലിപീഠത്തിലും ഒരു സ്ലീവ വെച്ചിരിക്കുക. അച്ഛൻ്റെ കണ്ണ് നേരെ മുകളിലോട്ട് പോകാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ വെക്കാനാണ്. അപ്പോൾ എപ്പോഴും സ്ലീവായിൽ കേന്ദ്രീകരിച്ചുള്ളതായിരിക്കണം നമ്മുടെയൊക്കെ പരിശുദ്ധ കുർബാന അർപ്പണം, എല്ലാ പ്രാർത്ഥനകളും എന്നതുകൊണ്ടാണ് അച്ഛൻ്റെ കാപ്പയുടെ പിന്നിൽ ഈ സ്ലീവ വയ്ക്കാനുള്ള കാരണം. അപ്പോൾ അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന കളറുകളുണ്ട്. നമുക്ക് എല്ലാ കളറുകളും ഒന്നും ചുമ്മാ എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഇപ്പം സിറോ മലബാർ സഭയിൽ സാധാരണഗതിയിൽ സ്വർണവും വെള്ളിയും കളറുകളാണ് ഉപയോഗിക്കാറുള്ളത്. ഈ സ്വർണം വെള്ളി കളറുകൾ എപ്പോഴും സ്വർഗത്തെ സൂചിപ്പിക്കുന്ന കളറുകളാണ്. അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുക. അതുപോലെ തന്നെ ചുമപ്പ് രക്തസാക്ഷിത്വത്തെ സൂചിപ്പിക്കുന്ന കളറാണ്. ഇപ്പോൾ മറ്റ് സഭകളിലൊക്കെ ലാറ്റിൻ സഭയിലും സീറോ മലങ്കര സഭയിലും മറ്റ് ഓർത്തഡോക്സ് യാക്കോബായ സഭകളിലുമൊക്കെ ചുമപ്പ് കളറുകൾ ഉപയോഗിക്കാറുണ്ട്, നീല കളറുകൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കളറുകൾ ഓരോ ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ രക്തസാക്ഷികളുടെ തിരുനാളിൻ്റെ സമയത്ത് ഉപയോഗിക്കുന്നത് ചുമപ്പ് കളറായിരിക്കും. അതുപോലെ തന്നെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു വയലറ്റ് കളർ പോലത്തെ ഒരു കളറായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ഓരോന്നിനും അർത്ഥമുണ്ട്. ആ അർത്ഥം വെച്ചിട്ടാണ് ഉപയോഗിക്കുക. ഇപ്പോൾ അങ്ങോട്ട് നോക്കിയാൽ അവിടെ വിരിക്കൂട്ടൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന കാണാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കളറ് ചുമപ്പ്, പച്ച, വെള്ളി കളർ, ഈ 3 കളറുകളാണ് അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പച്ച ഭൂമിയുടെ അടയാളമാണ്. ഈ വെള്ളി കളർ അല്ലെങ്കിൽ സ്വർണ്ണ കളർ എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ ആ അർത്ഥതലങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഡിസൈൻ ചെയ്യുന്നതും ഓരോ വസ്ത്രങ്ങൾ നെയ്തെടുക്കുന്നതുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ദൈവം ഇത് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, പുരോഹിതൻ്റെ മഹിമയും അവൻ്റെ ഭംഗിയും കൂടുന്ന രീതിയിൽ ഈ ഒരു കർമ്മങ്ങൾ നടത്തുമ്പോൾ, സ്വർഗീയ കർമ്മങ്ങൾ നടത്തുമ്പോൾ അവൻ്റെ ഭംഗി കൂടിയിരിക്കണം, അവൻ്റെ മഹിമ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള വസ്ത്ര സംവിധാനങ്ങളാണ് നമ്മുടെ കർമ്മക്രമങ്ങളിലൊക്കെ ഒരുക്കി വെച്ചിരിക്കുക.